രാജസ്ഥാൻ റോയൽസിന് ബാറ്റിംഗിൽ തന്റെ സേവനം ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഒരിക്കൽ കൂടെ ബാറ്റിംഗിൽ ഫ്ലോപ്പായിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ. IPL രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനെതിരെ വെറും 10 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. 11 പന്തുകൾ മാത്രം നേരിട്ടാണ് 10 റൺസ് നേടിയത്. ഒരു ബൗണ്ടറിയും അദ്ദേഹം സ്വന്തമാക്കി. ക്വാളിഫയർ 2-ൽ രാജസ്ഥാന് ജയിക്കാൻ വലിയൊരു റൺ ചേസ് തന്നെ മത്സരത്തിന്റെ ഗതി കൊണ്ട് ആവശ്യമായിരുന്നു. പ്ലേ ഓഫിൽ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് അദ്ദേഹം ബാറ്റിംഗിൽ ദുരന്തമായത്. നേരത്തെ ബാംഗ്ലൂരുമായുള്ള എലിമിനേറ്റർ മത്സരത്തിലും അദ്ദേഹം നിരാശപ്പെടുത്തി. 13 പന്തിൽ 17 റൺസായിരുന്നു അന്ന് നേടിയത്. ഹൈദരാബാദിനെതിരെ 176 റൺസ് ചേസ് ചെയ്യുകയായിരുന്നു ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഷോട്ട് കളിച്ച് സഞ്ജു വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. 8-ാം ഓവറിൽ യശസ്വി ജയ്സ്വാളിനെ റോയൽസിന് നഷ്ടമായിരുന്നു. ഷഹബാസ് അഹമ്മദ് ഓവറിലെ 5-ാമത്തെ ബോളിലാണ് താരം വീണത്. വലിയൊരു ഷോട്ടിനെ തുനിയ ജയ്സ്വാളിനെ ലോങ് ഓണിൽ അബ്ദുൾ സമദ് അനായാസം പിടികൂടി. റോയൽസ് അപ്പോൾ 2-ന് 66 എന്ന നിലയിലായിരുന്നു. 10 റൺസ് എടുത്ത സഞ്ജുവിന് കൂട്ടായി ഉണ്ടായത് റിയാൻ പരാഗാണ്. പിച്ച് സ്പിൻ ബൗളിങ്ങിനെ തുണയ്ക്കുന്നത് മനസ്സിലാക്കിയതോടുകൂടി SRH നായകൻ പാർട്ട് ടൈം ബൗളർമാരായ അഭിഷേക് ശർമ്മയും ഷഹബാസ് അഹമ്മദിനെയും കൊണ്ടുവരികയായിരുന്നു. ഒപ്പം മാരക്രമം ചേർന്നു. സഞ്ജുവും പരാഗും ചേർന്ന് മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി റോയൽസിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ വിജയവും മഞ്ഞമായി നിന്നു. പക്ഷേ അഭിഷേക് ഓവറിലെ 3-ാമത്തെ പന്തിൽ സഞ്ജു ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് പുറത്തായി. ബാക്ക് ഫുട്ടിൽ ഒരു പുൾ ഷോട്ടാണ് കളിച്ചത്. പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ബോൾ കണക്ട് ആയില്ല. ലോങ് ഓണിൽ എയ്ഡൻ മർക്രം ഒരു അടിപൊളി ക്യാച്ചിലൂടെ സഞ്ജുവിനെ കുരുക്കി. നിശബ്ദനായി അദ്ദേഹം ക്രീസ് വിടുകയും ചെയ്തു. ഈ സീസണിന്റെ ആദ്യ പകുതിയിൽ ഉജ്ജ്വലമായ ബാറ്റ് വീശിയ സഞ്ജു രണ്ടാം പകുതിയിൽ ടീമിനെ ശരിക്കും നിരാശപ്പെടുത്തി. അവസാനമായി കളിച്ച 4 ഇന്നിംഗ്സിലും 20 റൺസ് പോലും അദ്ദേഹത്തിന് തികയ്ക്കാനായിട്ടില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 15-ഉം പഞ്ചാബിനെതിരെ 18-ഉം RCBക്കെതിരെ 17-ഉം ഇപ്പോൾ SRHനെതിരെ 10-ഉം എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്കോറുകൾ. സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ സഞ്ജുവിന് നേരെ ഉയരുന്നുണ്ട്. സഞ്ജു ഒരിക്കലും ടീമിന് നിർണായക സമയത്തിന് വേണ്ടി കളിക്കാറില്ല. അദ്ദേഹം ഒരിക്കൽ കൂടി അത് തെളിയിച്ചു. ടീമിന് തന്റെ സേവനം ഏറ്റവും ആവശ്യമുള്ളപ്പോൾ സഞ്ജുവിന് അത് കൊടുക്കാൻ സാധിച്ചതുമില്ല. മത്സരത്തിൽ രാജസ്ഥാൻ 36 റൺസിന്റെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. IPL ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സെറ്റ് ബാക്ക് രാജസ്ഥാന് സംഭവിക്കുന്നത് ഇതാദ്യമെന്ന് തന്നെ പറയാം. സീസണിന്റെ ആദ്യ ഭാഗത്തിൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ടായി പിന്നീടാണ് മത്സരം അവരുടെ കൈവിട്ടുകൾ പോകാൻ തുടങ്ങിയതും.